ഡിജിറ്റൽ അഡിക്ഷൻ ഒറ്റപ്പെടലിന്റെ ഒരു വിഷ്വൽ സൈക്കിൾ സൃഷ്ടിക്കുന്നുണ്ട്. ഏകാന്തതയിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടിയാണ് നാം എല്ലാവരും മൊബൈലും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒറ്റപ്പെടൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ലോകത്ത് നാം കാണുന്നതെല്ലാം യഥാർത്ഥമായ മുഖങ്ങളാവില്ല. വ്യാജ പ്രൊഫൈലുകളും ഫേക്ക് ഐഡികളുമായിരിക്കും അവയിൽ ഭൂരിപക്ഷവും. നമ്മളൊരാളെ ഫേക്ക് ഐഡിയിലൂടെ പരിചയപ്പെടുകയും അവരോട് മനസ്സിലുള്ളതെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മളെ കബളിപ്പിക്കാനും ഒടുവിൽ ചൂഷണത്തിനും പലപ്പോഴും ഇടയാവുന്നു. അത് നമ്മെ മാനസികമായി തകർക്കുന്നു. യഥാർത്ഥ ബന്ധങ്ങളിൽ നിന്നും അകന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ ബന്ധങ്ങൾ തേടിപ്പോകുമ്പോൾ നാം കൂടുതൽ കടുത്ത ഏകാന്തതയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ അഡിക്ഷൻ ആങ്സൈറ്റിയിലേക്കും പിന്നെ കടുത്ത ഡിപ്രഷനിലേക്കും നമ്മെ നയിക്കുന്നു. പല വിഷാദ രോഗങ്ങളും ഇതുമൂലം ഉണ്ടാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അല്ലെങ്കിൽ ഫോമോ എന്ന ഭീകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവരുടെ മനോഹരമായ ജീവിതവുമായി നമ്മെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സ്വന്തം നിസ്സാര ജീവിതം ഒത്തുനോക്കി ഇവർ നിരാശപ്പെടുന്നു. ഇതോടെ സ്വയം വിലയിരുത്തുവാനുള്ള അവരുടെ കഴിവ് അവരിൽ ഇല്ലാതാവുന്നു. ഇത് നീണ്ടു നിൽക്കുന്ന വിഷാദ രോഗത്തിന് ഇടയാക്കുന്നു. അർദ്ധരാത്രി വരെയുള്ള സ്ക്രീൻ ഉപയോഗം തലച്ചോറിൽ മെലാറ്റോണിൻ ഉൽപാദനം തടസ്സപ്പെടുത്തുന്നു. ഇത് ഉറക്കത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ഇമോഷണൽ റെഗുലേഷൻ, സെക്സ് ഹോർമോൺ ബാലൻസ്, ടെസ്റ്റോസ്റ്ററോൺ, ഓക്സിറ്റോസിൻ എന്നിവയുടെയെല്ലാം ഉൽപാദനം ഈ ഉറക്കക്കുറവ് മൂലം മോശമായ അവസ്ഥയിലാവുന്നു. ഇത് ലൈംഗിക ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു.